2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു കാര്യമായ മുന്നേറ്റം UDF ഉണ്ടാക്കിയപ്പോഴായിരിക്കണം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കുതിപ്പ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ 2024 അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കില്ലല്ലോ. 26 നിയമസഭാ ഇലക്ഷൻ വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം അടങ്ങുന്ന ഹൈക്കമാൻഡാണ് ഒരു തത്വം അംഗീകരിച്ചത്. MP-മാര് MLA സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട. അതിനെ സ്വാഗതം ചെയ്ത അനേക ലക്ഷം മലയാളികളുടെ ഒരാളാണ് ഞാൻ. കാരണം അത് ശരിയല്ല. ജനങ്ങൾ നിങ്ങളുടെ MP ആയിട്ട് തിരഞ്ഞെടുത്തു, പിന്നെ നിങ്ങൾ MLA ആവാൻ വരരുത്. അത് അവിടെ തീർന്നു, ഒരു പ്രശ്നമില്ല. പക്ഷെ പിന്നെ 102 സീറ്റ് കിട്ടി വരുമ്പോ അവിടെ പരിഗണിക്കേണ്ടത് ആരെയാണ്? നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ആളുകളെയാണ്. VD സതീശനോ രമേശ് ചെന്നിത്തലയോ എന്നുള്ള ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല. അത് ജനാധിപത്യമാണ്. പക്ഷെ ഒരിക്കലും നിയമസഭാ അംഗമല്ലാത്ത ലോക്സഭാ അംഗമായ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ ആരാണോ ആ ആള് മാത്രമായ KC വേണുഗോപാലിന്റെ പേര് അതിനകത്തേക്ക് വരുന്നത് അധാർമികമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ആ നിലപാടുകാരനാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതേ ഇവിടുത്തെ ഏറ്റവും സമുന്നതനായ നേതാവ് ACC ജനറൽ സെക്രട്ടറി, നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു, പലതുമായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ച എല്ലാ അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞത് എന്റെ പണി ഐക്യം കാത്തു സൂക്ഷിക്കുകയാണ്, എന്റെ പണി മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങിയല്ല. അത് അദ്ദേഹത്തിന്റെ വാക്ക. എന്റെ പേരതിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല, അതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യേണ്ട, നേരം കളയണ്ട എന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾ ജനങ്ങൾ അത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിനെതിരാണ് ഇപ്പൊ നടക്കുന്ന എല്ലാ ചർച്ചകളും. ജമാഅത്തെ ഇസ്ലാമിയെ കുട്ടിക്കാലം തൊട്ട് എതിർത്ത് പ്രസംഗിക്കുകയും ലേഖനം എഴുതുകയും പുസ്തകം എഴുതുകയും ഇപ്പോഴും അത്തരം ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അവരുടെ ആശയപരമായ ഒരു ശത്രുവാണ്. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പണി ഇവിടെ എടുത്തുകൊണ്ടിരുന്നത് CPM ആണ്. ആ പണി ഇപ്പോ കോൺഗ്രസിൽ ഒരു വിഭാഗം എടുക്കരുത്. അവർ ജമാഅത്തെ ഇസ്ലാമി ആ ആരോപണത്തിന് മറുപടി ഇപ്പൊ കേരളം മറുപടി പറഞ്ഞല്ലോ. അതിനൊക്കെ ഇവിടെ ജാതിയോ മതമോ നോക്കിയല്ല തെരഞ്ഞെടുപ്പ്. ഇവിടെ രാഷ്ട്രീയ പ്രബുദ്ധമാണ് കേരളം എന്ന് തെളിയിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ആരെയൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു, അവരെയൊക്കെ ജയിപ്പിച്ചു. ആരെയൊക്കെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു, അവരെയൊക്കെ തോൽപ്പിച്ചു ആണല്ലോ ഇലക്ഷൻ നടന്നത്. അതുപോലെ എല്ലാ സമുദായ നേതാക്കന്മാരോ പുരോഹിതന്മാരോ വികാരിമാരോ ബിഷപ്പുമാരോ ഒന്നും പറഞ്ഞെടുത്തല്ല ജനങ്ങൾ. രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നപ്പോൾ കുഞ്ഞികൃഷ്ണൻ ജയിപ്പിക്കുന്ന ആരാ? CPM-കാരാണ്. പലയിടത്തും CPM അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ശരിയായ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ തരത്തിൽ ഹൈക്കമാൻഡ് തന്നെ നിശ്ചയിച്ച ഒരു തത്വം, അതായത് MP-യെ MLA ആയിട്ട് പരിഗണിക്കുകയില്ല എന്നുള്ള തത്വം എന്തിന്റെ പേരിൽ ലംഘിക്കുന്നു എന്ന് ചോദിക്കാൻ ഏത് കേരളീയനും ഏത് ഇന്ത്യക്കാരനും അവകാശമുണ്ട്. ആ ചോദ്യമാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചത്, വേറെ ഒന്നുമില്ല. തീർച്ചയായും. പിന്നെ VD സതീശൻ ഒരു കാഴ്ചപ്പാടുള്ള നേതാവാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണ് മുഖ്യം, ആരാണ് മുഖ്യൻ എന്നൊരു 50 മിനിറ്റ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു. ഒന്നാന്തരം പ്രസംഗമായി. ഈ തരത്തിൽ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് നമ്മുടെ നാട്ടിൽ കുറവാണല്ലോ എന്ന് എനിക്ക് തോന്നി. ഈ ഗ്രൗണ്ട് റിയാലിറ്റി, ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്ന ഒരേ ഒരു നേതാവാണ് സതീശൻ.